കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ നവകേരള ബസ് യാത്രയ്ക്കിടെ പലയിടത്തും വെച്ച് ഉണ്ടായ മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനം എന്ന ആക്രമണം, അതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തുടരുകയാണ്. ഇതിൽ ഉൾപ്പെട്ട പ്രതി ചേർക്കപ്പെട്ട ആളുകളെയൊക്കെ തന്നെ വിളിച്ച് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. തങ്ങളെക്കൊണ്ട് ഇതൊക്കെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരും ആളുകളും ചെയ്യിച്ചതാണ് എന്നുള്ള മൊഴിയാണ് ഇതിൽ ഉൾപ്പെട്ട ഗൺമാന്മാർ അടക്കമുള്ളവർ നൽകിയത്. ഇതിൽ ഏറ്റവും പ്രധാന കുറ്റാരോപിതനായ വ്യക്തി എന്ന് പറയുന്നത് നേരത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാറാണ്. ഇപ്പോൾ അദ്ദേഹം ബെവ്കോയുടെ MD ആണ്. ഇദ്ദേഹത്തെ ബെവ്കോയിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് എക്സൈസ് മന്ത്രി M ലിജു മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് തുടക്കം മുതൽ തന്നെ ഈ കേസന്വേഷണത്തിന്റെ രക്ഷാപ്രവർത്തനം കേസന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടാകുന്നത്. പേരൂർക്കടയിലുള്ള ഇദ്ദേഹത്തിന്റെ ADGP ഓഫീസിലേക്ക് ആലപ്പുഴയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കേസ് ഡയറിയിൽ തിരുത്തൽ വേണം എന്നാവശ്യപ്പെട്ടു. ഇദ്ദേഹം പറഞ്ഞത് അനുസരിച്ചാണ് കേസന്വേഷണം മുമ്പോട്ട് പോയത്. അതായത് കേസന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ SITക്ക് ലഭിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ തെളിവ് ശേഖരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ കേസ് അട്ടിമറിച്ചു എന്ന കേസിൽ മുൻ ADGP ക്രമസമാധാന പാലനം MR അജിത് കുമാറിന് കുരുക്ക് മുറുകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മർദ്ദന കേസ് അന്വേഷിച്ച സംഘം തിരുവനന്തപുരത്ത് എത്തി കൃത്യമായി തെളിവെടുക്കുന്നുണ്ട്. പേരൂർക്കട പോലീസ് ക്ലബ്ബിൽ എത്തിയാണ് തെളിവുകൾ ശേഖരിക്കുന്നത്. പോലീസ് ക്ലബ്ബിലെ രജിസ്റ്ററിൽ ഉദ്യോഗസ്ഥരുടെ പേരുണ്ട്. തെളിവുകളൊക്കെ ശേഖരിച്ചു കൊണ്ടുപോയി എന്നാണ് മനസ്സിലാകുന്നത്. 2024 ഓഗസ്റ്റിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ക്ലബ്ബിലെത്തിയത്. ഈ സമയം MR അജിത് കുമാറും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ADGPയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങളും SIT പരിശോധിച്ചു വരികയാണ്. അജിത് കുമാറിന്റെ ഇടപെടൽ ഈ ഒരു കേസിൽ ഉണ്ടായി എന്നത് സ്ഥിരീകരിക്കാനാണ് ഇപ്പോൾ ഈ തെളിവുകൾ ശേഖരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദന കേസ് അട്ടിമറിച്ചു എന്ന കേസിൽ അന്വേഷണം ADGPയുടെ ഓഫീസിലേക്ക് വ്യാപിച്ചിരുന്നു. അജിത് കുമാറിന്റെ ഓഫീസിലെ മുൻ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി എടുക്കാനാണ് തീരുമാനം. മർദ്ദനത്തിന് ഉപയോഗിച്ച ലാത്തികൾ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. പ്രതികളുടെ ഫോൺ കോൾ വിവരങ്ങൾ SIT പരിശോധിച്ചു വരികയാണ്. മർദ്ദനത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കാനാണ് ഈ ഫോൺ രേഖകൾ പരിശോധിക്കുന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് കാട്ടി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയത് MR അജിത് കുമാർ തന്നെയാണ്. പ്രതികളെ രക്ഷിക്കാൻ കേസ് ഡയറി തന്നെ അദ്ദേഹം അട്ടിമറിച്ചു എന്നുള്ള ആരോപണമാണ് ഉള്ളത്. തെറ്റായ നറേറ്റീവ് സൃഷ്ടിക്കാൻ വ്യാജ രേഖകൾ ചമച്ചു, വ്യാജ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നൽകി എന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴിയിലാണ് അജിത് കുമാറിന്റെ വ്യക്തമായ പങ്ക് ഇപ്പോൾ SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് ഫോട്ടോഗ്രാഫറുടെ ദൃശ്യങ്ങൾ ലഭ്യമായി വന്ന റഫർ റിപ്പോർട്ടിലെ പ്രസ്താവന പച്ചക്കള്ളമാണ്. പോലീസ് ഫോട്ടോഗ്രാഫർ മർദ്ദനം പകർത്തിയിട്ടില്ല എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. റഫർ റിപ്പോർട്ടിൽ പോലീസ് ഫോട്ടോഗ്രാഫർ ദൃശ്യം പകർത്തിയെന്ന കാര്യം വ്യാജമായി രേഖപ്പെടുത്തിയെന്നും SIT റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ആലപ്പുഴ സെഷൻസ് കോടതിയിലാണ് SIT റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇപ്പോൾ ഇതാ കൂടുതൽ തെളിവുകൾ MR അജിത് കുമാർ ഇരുന്ന ഓഫീസിൽ നിന്ന് തന്നെ ശേഖരിച്ച് അദ്ദേഹത്തിനെതിരെ ശക്തമായ അന്വേഷണം നടത്താൻ തന്നെയാണ് നീക്കം. കൂടുതൽ തെളിവുകളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ അതിശക്തമായ നിയമ നടപടിയും വകുപ്പ് തല നടപടിയും ഉണ്ടാകും. മാത്രമല്ല കേന്ദ്ര പോലീസ് ട്രൈബ്യൂണൽ, ഇദ്ദേഹം IPS ഉദ്യോഗസ്ഥനായതുകൊണ്ട് കേന്ദ്ര പോലീസ് ട്രൈബ്യൂണലും കേന്ദ്ര ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ട നടപടികളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് സൂചനകൾ പുറത്തുവരുന്നു.